ഹായ്, വെൽക്കം ടു ആഷാസ് ക്രിയേഷൻസ്. ഇന്ന് നമുക്ക് റവ കൊണ്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമായിട്ടുള്ളൂ. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ഏലക്ക ഇട്ട് കൊടുക്കാം. ഈ ഏലക്കയ്ക്ക് പകരം ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഏലക്ക എടുത്ത് മാറ്റാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ചിട്ടതിന് ശേഷം നമുക്ക് ഈ റവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുക്കുന്നത്. 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒന്ന് കുറുക്കിയെടുക്കണം. ഇത് വറുത്തതോ വറക്കാത്തതോ ഇങ്ങനത്തെ റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഈ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് കുറച്ചൊന്ന് തണുത്ത് വരട്ടെ. ഒരു 1 മിനിറ്റ് 1-2 മിനിറ്റ് ഒക്കെ മതിയാവും ഒന്ന് തണുത്ത് വരാനായിട്ട്. അതായത് ഒന്ന് ചൂടാറിയിച്ചാൽ മതി, ഒരുപാട് തണുക്കുക എന്നുള്ളതല്ല. അപ്പോൾ ഇത് പെട്ടെന്ന് ചൂടാറി കിട്ടാനായിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ അതേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് ചേർക്കണ്ട കേട്ടോ, 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കാം. അതായതിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചെറിയ ചൂടോടുകൂടി തന്നെ കുഴച്ചാലാണ് കേട്ടോ ഇത് ശരിക്കും കിട്ടത്തുള്ളൂ. ഇനി ഇതിൽ നിന്നും ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇനി ഓരോ ഉരുളകളും ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്തേച്ചാൽ മതി. അപ്പോൾ എല്ലാതും ഒരേ ഒരു ലെവലിലായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഓരോ നമ്മൾ ആ ഉരുട്ടി പരത്തി വെച്ച ചെറിയ ഉരുളകളുണ്ടല്ലോ, അത് ഓരോന്നും ഇതിലൊന്ന് ഡിപ്പ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം കൂടി ഒന്നിച്ച് വയ്ക്കാലും ഇത് ഒട്ടിപ്പിടിച്ചൊന്നും ഇരിക്കത്തില്ല. വേണ്ട, അത് പരത്തുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അതാ എല്ലാതും അരിപ്പൊടിയിൽ മുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കാരണം ഇത് ഓൾറെഡി നല്ലപോലെ കുക്കായതാണല്ലോ. ഇത് നന്നായിട്ടൊന്ന് പൊന്തി വരും. അപ്പോൾ അതിനുള്ളൊരു ഗ്യാപ്പ് ഇടണം കേട്ടോ. നമ്മൾ ഇപ്പോൾ നിറച്ച് ഇങ്ങനെ കോരിയിടരുത്. ഇങ്ങനെ പൊന്തി വരാനുള്ളൊരു സ്പേസ് ഇടണം. അപ്പോൾ ഇനി ഇത് തിരിച്ചും മറിച്ചും നോക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. അതുപോലെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമായിട്ടുള്ളൂ. ഇത് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കോരിയെടുക്കാം. മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാതും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉള്ള അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസുമാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷാസ് ക്രിയേഷൻസ്.